Hello friends, welcome to our channel. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇന്ന് ഞങ്ങൾ വീണ്ടും വീഡിയോ ഇടാൻ പോവാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഹൽവ. നല്ല രുചിയൂറുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് വെച്ചാൽ ക്യാരറ്റ്, പാല്, പഞ്ചസാര, നെയ്യ്, പിന്നെ മണത്തിനായിട്ട് ഏലക്ക, പിന്നെ വറുത്തിടാനായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും, പിന്നെ കണ്ടൻസ് മിൽക്ക് ഞങ്ങൾ ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ അളവറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഹൽവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് ഇളക്കുക. എന്നിട്ട് അളന്ന് വെച്ചിട്ടുള്ള പാലൊഴിച്ച് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വിസിൽ കേൾപ്പിക്കാൻ. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ജാറിലേക്കിട്ട് അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ തരുതരിപ്പൊന്നും മാറത്തില്ല. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ബാക്കിയുള്ള നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് കോരാനായിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് മാറ്റി വയ്ക്കുക. ഇതിൽ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി തുടങ്ങാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിച്ചു പോകും. കരിയാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇത് ഇളക്കി തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇതൊന്ന് വരണ്ട് വരാൻ ഇച്ചിരി സമയം എടുക്കും. നിങ്ങൾക്ക് വേറെ വേണ്ടെന്നുള്ള റെസിപ്പീസ് ഏതാണെന്നൊക്കെ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളത് വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ഹൽവയുടെ കളർ മാറി വരുന്നുണ്ടോ? ഓറഞ്ച് കളറിൽ നിന്ന് ഒരു ബ്രൗണിഷ് കളറിലോട്ട് മാറി വരുന്നുണ്ട്. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇത് അടി പിടിക്കാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. ഇതിൻ്റെ നെയ്യ് വെളിയിലോട്ട് വിട്ട് വരണം. അതാണ് ആ ഹൽവ ആയതിനുള്ള ഒരു പരുവം എന്ന് പറയുന്നത്. ആ ബ്രൗണിഷ് കളർ എത്തുമ്പോഴത്തേക്കും എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കണം. ഇപ്പോഴും കൈ വിടാതെ ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അതായത് ഇപ്പോൾ വീഡിയോ കാണുന്നത് പോലെ ചീനിച്ചട്ടിയുടെ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തുമ്പോഴത്തേക്കും പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. എല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും ഹൽവ റെഡിയായി. നല്ല രുചിയുള്ള ക്യാരറ്റ് ഹൽവ റെഡി. ഇത് ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് അതിനുള്ള റീസൺ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.